ഹലോ, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമല്ലേ? എല്ലാവരും സേഫ് അല്ലേ? ഞാൻ രാവിലെ തൊട്ടുള്ള വൈകിട്ട് വരെയുള്ള ഒരു കുക്കിംഗ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ചേമ്പും ചിക്കനും ഇട്ടിട്ട് ഉള്ളൊരു കറിയാണ് കേട്ടോ. ആദ്യം ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് വെളിച്ചെണ്ണ വെച്ച് സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് പൊട്ടിയതിൻ്റെ ശേഷം 3 വലിയുള്ളി കട്ട് ചെയ്തതിട്ടു. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതെല്ലാം കട്ട് ചെയ്തൊന്ന് ചേർത്തു. ഇത് നല്ലോണം വഴറ്റാൻ വെച്ച് ഇനി നമുക്കതിലേക്കുള്ള മസാല വറുക്കാം. 3 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. മല്ലിപ്പൊടി കുറച്ച് എടുത്തത്, തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് മല്ലിപ്പൊടി കുറച്ച് ജാസ്തി എടുത്തത്. മസാല വറുത്ത് വെച്ചിട്ടോ. ഇനി നമുക്ക് ഉള്ളി വഴറ്റിയിട്ട് കറി വെക്കാൻ തുടങ്ങാം. ഉള്ളി ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു 4 തക്കാളി കട്ട് ചെയ്തത് ചേർത്തു. അതൊന്ന് തക്കാളി ഉടയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും അതിലേക്ക് ഇടുക. 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ചേമ്പ് ഒരു 3 ചേമ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ് ഇട്ടത്. നമ്മൾ പൊട്ടാറ്റോ ഇടുന്ന അതേ ഇതുപോലെ തന്നെ ഉണ്ടാകുക കേട്ടോ. അതിനൊരു വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ചേമ്പ് ചേമ്പാണ് ഉപയോഗിക്കുക. ഉരുളക്കിഴങ്ങ് ആരും കഴിക്കൂല. മസാല ഇട്ടിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് ഇളക്കി നമുക്ക് കുക്കർ അടിച്ച് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് വെന്ത് കഴിഞ്ഞപ്പം ഞാനതിലേക്ക് കറിവേപ്പില ഇടുക കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലയും കൂടിയും ചേർത്തതാണ്. ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് എരിശ്ശേരി വെക്കാം. മമ്പയറും മത്തനും ഇട്ട് കേട്ടോ വെക്കുന്നത്. മമ്പയർ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് മത്തനും ഒരു ചെറിയ കഷ്ണം വെല്ലുള്ളിയും 2-3 പച്ചമുളകും ഇട്ടിട്ട് അടുപ്പയിൽ വെച്ചു. അതിലേക്ക് മഞ്ഞളും ഒരു കുറച്ച് മുളക് പൊടിയും എല്ലാം ഇട്ട് വേവാൻ വെച്ചു. ഇത് ഓലനുള്ളതാണ് കേട്ടോ. ഓലനും നല്ലോണം വേവിച്ചിട്ട് അതിലേക്ക് മമ്പയർ അതിലേക്ക് ഇട്ടിട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഓലന് പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു കറിയാണല്ലോ. മത്തം വേവിച്ചതിലേക്ക് പയറും ചേർത്തതാണ് കേട്ടോ. ഓലൻ തിളക്കാൻ വെച്ചതാണ്. ഓലനിലേക്ക് ഞാൻ 2 പച്ചമുളക് ചീന്തിയിട്ടിട്ടുണ്ടോ. എൻ്റെ അടുത്തുള്ളത് ചുവന്ന മുളകായിരുന്നു, അതാണ് കളറ് വന്നത്. ഓലൻ പതിപ്പിച്ച് വെച്ചു. ഇത് എരിശ്ശേരിക്കുള്ള തേങ്ങ നല്ല ജീരകവും ചേർത്ത് അരച്ച് എല്ലാം വെന്ത് വറ്റിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് തൂമിച്ചൊഴിക്കാം എരിശ്ശേരിക്ക്. വെളിച്ചെണ്ണയിലേക്ക് കടുക്, കറിവേപ്പില ഇട്ട് ഒഴിച്ചതാണേ. ഇതിന് ചീരയില തോരൻ വെക്കുകയാണേ. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചീരയിലയും ഒരു വെല്ലുള്ളിയും 2 പച്ചമുളകും എല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. തോരനും എരിശ്ശേരിയും ഓലനും എല്ലാം റെഡിയായിട്ടോ. പത്തിരിയും എല്ലാം ഞാൻ റെഡിയാക്കി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി കേട്ടോ.